വെൽക്കം ടു ഷിന്നൂസ് വേൾഡ്. സിന്നൂസ പോണ്ടേ? രാത്രിയല്ല പോണ്ട, രാവിലെ പോണ്ട്. വേഗം വരാ, പോയാലോ? കുറച്ച് കഴിഞ്ഞിട്ടാ, ഇപ്പോഴല്ലേ പോണ്ടത്. നമുക്ക് മൈസൂരൊക്കെ വിട്ടാലോ? യെസ്, 4 മണിക്ക് വിടാൻ പറ്റും വിചാരിച്ചതല്ലേ. ഇപ്പൊ തന്നെ 4 മണി ആയല്ലോ. ഇനി എപ്പോ ഇറങ്ങാനാ? സിന്നു എണീറ്റാ? അപ്പൊ നമുക്ക് റെഡി ആയിട്ട് പോവാ. കാറെല്ലാം റെഡിയാ, എല്ലാം ഉണ്ട്. എങ്ങോട്ടൊക്കെ പോണ്ടേ? മൈസൂർ. ഓ, വണ്ടി കേറിയിരുന്നല്ലോ. നേരത്തെ കേറി. അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കാ? 4 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും 5 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. കുഞ്ഞു കുഞ്ഞു ടൗണുകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്രയ്ക്ക് തുടക്കമിട്ടു. എടാ, നീ ഉറങ്ങിയടാ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അച്ഛനുറക്കം വരുന്നുണ്ടാ? എനിക്ക് ഉറക്കം വരുന്നൊന്നുമില്ലപ്പാ. നീ നോക്കടാ, പുറത്തത്തെ കാഴ്ച എത്ര ഭംഗിയുള്ള കാഴ്ച. നോക്കിയേ, ഇതെല്ലാം കണ്ടോണ്ട് പോകുന്നതല്ലേ നല്ലത്. പിന്നെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ? സൂര്യൻ ഉദിക്കുന്നെല്ലാം കണ്ടോണ്ടിരിക്കണ്ടേ എനിക്ക്. എന്നാ നീ പുറത്തേക്ക് നോക്കിയേ, സൂര്യൻ ഉദിച്ചുദിച്ചുദിരുന്ന് കാണുന്ന. നമ്മൾ പോയ റൂട്ട് കാഞ്ഞങ്ങാട്ട് നിന്നും പാണത്തൂർ വഴി തലക്കാവിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മടിക്കേരി വഴി മൈസൂരിലേക്കാണ്. പാണത്തൂർ റൂട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഒരു 3/4 മണിക്കൂറോളം കാട്ടിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. നമ്മളിതാ കാട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടാ. അതിലൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. വലിയ വലിയ ട്രീ അല്ലേ? നോക്കി വെള്ളച്ചാട്ടം. നിനക്ക് അവിടെ നിന്ന് കുളിക്കണ? വാട്ടർഫോൾ ഉണ്ട്. നീ കുളിക്കുന്നാർന്ന്? ഇല്ല. വേറെ വാട്ടർഫോള്. നോ പാർക്കിംഗ്, അതായത് വണ്ടി അവിടെ ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല. അനിമൽ ക്രോസിംഗ്, നമ്മൾ വണ്ടി ഒരു കാരണവശാലും ഇതിൻ്റെ ഇടയിൽ നിർത്താൻ പാടില്ല. കാഞ്ഞങ്ങാട്ട് നിന്ന് മടിക്കേരിക്ക് പോകാൻ ഞങ്ങൾക്ക് പല റൂട്ടുമുണ്ട്. ഒന്ന് പാണത്തൂർ റൂട്ട് വഴി, 2 കുറ്റിക്കോൽ ബന്തെടുക്ക വഴി, പിന്നെ അതുപോലെ തന്നെ കാസർഗോഡ് നിന്നാണെങ്കിൽ ചെർക്കള, മുള്ളേരിയ, സുള്ളിയ വഴി. തലക്കാവ് ടെമ്പിളിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാണത്തൂർ വഴി പോയി കഴിഞ്ഞാൽ അതാണ് അടുത്ത്. തലക്കാവ് ടെമ്പിളിൽ പോകാതെ ഡയറക്റ്റ് മടിക്കേരി പോകുന്നുണ്ടെങ്കിൽ, കാഞ്ഞങ്ങാട് നിന്ന് പോകുന്നവരാണെങ്കിൽ കുറ്റിക്കോൽ ബന്തെടുക്ക സുള്ളിയ വഴി പോകുന്നതാണ് നല്ലത്. കാരണം സുള്ളിയ വഴിയാണെങ്കിൽ നല്ല റോഡാണ്. കാഞ്ഞങ്ങാട് നിന്നും ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് തലക്കാവിലേക്ക്. 2.5 മണിക്കൂർ സമയം വേണ്ടി വരും. അങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 7:30 ആകുമ്പോൾ തലക്കാവ് ടെമ്പിളിലെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു 1.5 കാഴ്ച തന്നെ. കോട കൊണ്ട് മൂടിയ ടെമ്പിളും സ്ഥലങ്ങളും, തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ കോടയുണ്ടായിരുന്നു. സിന്നു എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല അല്ലേ? സ്നോ ആണ് ഫുള്ള്. അതിനെ പറയും കോട. കോടമഞ്ഞ്. ഒന്നും കാണില്ല അല്ലെ? നേരെ കാടും കാണുന്നില്ല അല്ലേ? ഏട്ടൻ നടന്നിരുന്ന ഒരു ഫോട്ടോ നല്ല കോടമഞ്ഞാണെങ്കിലും തണുപ്പ് അത്ര അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ടെമ്പിളൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് നമ്മൾ മടിക്കേരിയിൽ പുറപ്പെട്ടു. മടിക്കേരി പോകുന്ന വഴി നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. തലക്കാട് നിന്ന് ഒരു 45 കിലോമീറ്റർ ഉണ്ട് മടിക്കേരിയിലേക്ക്. എന്ന് വെച്ചാൽ ഒരു 40 മിനിറ്റ് യാത്ര.
ഞങ്ങൾ അതിൻ്റെ വഴിക്ക് വെച്ച് ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ ഏകദേശം 10 മണിയായി. മണിക്ക് നമ്മൾ രാജാസ് സീറ്റ് ഗാർഡനിലേക്ക് പ്രവേശിച്ചു. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് 20 രൂപയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും മുതിർന്നവർക്ക് അഡ്വഞ്ചറസ് ആയിട്ട് സിപ്പ് ലൈൻ പിന്നെ മറ്റ് ചില ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. ഇത് രാജാ സീറ്റ്സ് ഗാർഡൻ. എന്തെല്ലാം ഉണ്ട് നോക്കിയേ. പിന്നെ ഫ്ലവേഴ്സും ട്രീയും പിന്നെന്ത് കാണുന്നുണ്ട്? എനിക്ക് സ്റ്റാച്യൂസ് കാണുന്നുണ്ടോ? നോക്കിയേ സ്റ്റാച്യൂസ്. ഇതെന്തിന്റെ അതാ അന്നകൊണ്ടന്റെ സ്റ്റാച്യു. സൈൻ ബോർഡും ഉണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അല്ലേ കാണാൻ. എന്ത് രസമുണ്ട്. ഫെൻസ് ഒക്കെ ഉണ്ടല്ലേ. സ്നേക്ക് ഉണ്ട്, വലിയ സ്നേക്ക്. നമ്മൾ കടിക്കുമോ അത്? അത് റിയൽ അല്ല. ഓ അതുകൊണ്ട് കടിക്കൂല അല്ലേ. അതെന്താ അവിടെ അതിന്റെ ഇടയിൽ നോക്കിയേ ഡൈനോസർ ഉണ്ടോ? അതെന്താന്ന്? റൈനോ. ലോഗ് കട്ട് ചെയ്തിട്ട് ഹോളാക്കിട്ട് എന്നിട്ട് അതിന്റെ അടിയില് ഗ്ലൂ ഒട്ടിച്ചിട്ടിരിക്കാം. വൈകുന്നേരം വന്നിരുന്ന് നമുക്ക് ഇങ്ങോട്ട് ഇരുന്ന് ഇങ്ങനെ സമയം ചെലവഴിക്കാം. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, നല്ല അടിപൊളി സീനറി അല്ലേ. സൂപ്പർ സീനറിയാണ്. കുറച്ച് സമയം ചിലവഴിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയം വളരെ കുറവായിരുന്നു. നല്ല നല്ല ഫോട്ടോസുകളെല്ലാം എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഇതെന്താന്നത്? What is that? Elephant ഓടിച്ചാലോ? റിയലാണത്. നോക്കിയ ശരിക്കും കൊമ്പുണ്ട് കണ്ടിട്ടേ. കൊമ്പ് കണ്ടിട്ടേ റിയലത്. മൂവ് ചെയ്യുന്നില്ല. ഓ തിരിച്ച് വരുമ്പോൾ സുഹനൊരു ആഗ്രഹം, സിപ്പ് ലൈനിൽ കയറിയാലോ. 350 രൂപയാണ് 2 വേ സിപ്പ് ലൈനിൻ്റെ ചാർജ്. അത്യാവശ്യം നല്ല ലെങ്തിയുള്ള സിപ്പ് ലൈൻ തന്നെ. ഏട്ടൻ സിപ്പ് ലൈനിൽ വരുന്നു. എന്താ
സിപ്പ് ലൈൻ്റെ ഒരു ദൂരം പോയിട്ട് again back ദൂരം പോയിട്ട് വരും. ഇനി അഗെയിൻ ബാക്കോട്ട് തിരിച്ചു വരും. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ അതിനോട് തിരിച്ച് ബാക്ക് വരും. റേഡിയോ ബാക്ക് റേഡിയോ പോയിട്ട് വന്നു അല്ലേ. അങ്ങനെ സുഹൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അതിന്റെ ബാക്കിൽ നോക്കിയേ ഇതുണ്ട്. എന്തല്ലേ? ഡൈനോസറാ? ഡൈനോസർ ഉണ്ട്. ഡൈനോസർ ഉണ്ട്. മറ്റേ ഇവിടെ എന്തെങ്കിലും നോക്കിയാ നോക്ക്. ഇവിടെ എന്തുള്ളത്? ഇത് എന്താന്ന്? ടിയറക്സാ? യാത്രയുടെ അടുത്ത വിശേഷങ്ങൾ പാർട്ട് 2-ൽ. Please like, subscribe and share my video.